Hi friends, this is Maria Jason, OET trainer at B-GHUD Academy. In this video, I'll be answering 3 common questions asked by our students. First one, medications regarding the Second one, body paragraphs in the order. Third, usage of connectives. First one, first one medications അതായത് medications എഴുതുമ്പോൾ first letter capital letter എഴുതണോ അതോ small letters എഴുതണോ ഏതൊക്കെ കേസസിലാണ് small letters എഴുതേണ്ടത് അതോ കംപ്ലീറ്റ്ലി small lettersലും capital lettersലും എഴുതണം അങ്ങനെ ഒത്തിരി ക്വസ്റ്റ്യൻസ് സ്റ്റുഡൻസ് ചോദിക്കാറുണ്ട്. അതിന് ഇത്രയേ ഉള്ളൂ കാര്യം. ഒന്ന്, നിങ്ങൾ കമ്പനി ഒരു ബ്രാൻഡ് നെയിമാണ് എഴുതണമെങ്കിൽ ഫസ്റ്റ് ലെറ്റേഴ്സ് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുക. രണ്ട്, ജനറിക് നെയിമാണ് എഴുതണമെങ്കിൽ സ്മോൾ ലെറ്റേഴ്സിൽ എഴുതുക. ഇനി മെഡിക്കേഷൻസ് നമ്മുടെ പേപ്പറിലോട്ട് എഴുതുന്നതിന് ഒരു ഫോർമാറ്റ് ഉണ്ട്. അതായത് യൂസേജ് ഓഫ് പങ്ക്ച്വേഷൻസ് ആണ് അതിനകത്ത് വരുന്നത്. അതിൻ്റെ ഫോർമാറ്റ് ഇത്രയേ ഉള്ളൂ: മെഡിസിൻ കോമ ഡോസ് ഫ്രീക്വൻസി. ഫോർ എക്സാമ്പിൾ പറയാം, പാരസെറ്റമോൾ കോമ 500 mg ടു ബി ടേക്കൺ 3 times ഡെയിലി. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആട്ടോ. ഇതാണ് അതിൻ്റെ ഫോർമാറ്റ് വരുന്നത്. ഇനി നമ്മളൊരു 2ൽ കൂടുതൽ മെഡിക്കേഷൻസ് എഴുതുമ്പോൾ അതിൻ്റെ അകത്തും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പങ്ക്ച്വേഷൻസ് ഉണ്ട്. ഇപ്പോൾ ഓബ്വിയസ്ലി ആസ് യു ക്യാൻ സി നമ്മൾ ഓൾറെഡി കുറച്ച് കോമയൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് ഇടുന്നുണ്ട്. അതായത് പാരസെറ്റമോൾ കോമ 500 mg ടു ബി ടേക്കൺ 3 times ഡെയിലി എന്ന് പറയുന്നു. അല്ലാതെ ഇപ്പോൾ ഈ ഫ്രീക്വൻസി നമ്മളൊരു പോയിന്റ് വൈസ് എഴുതുകയെന്ന് എഴുതിക്കോ, പാരസെറ്റമോൾ കോമ 500 mg കോമ 3 times ഡെയിലി. ഇത് പോയിന്റ് വൈസ് എഴുതുമ്പോൾ കോമ ഇടാം, പക്ഷെ അങ്ങനെ കോമ ഇടേണ്ട ആവശ്യം ഇപ്പോൾ വരുന്നില്ല. ഫസ്റ്റ് പറഞ്ഞ ഫോർമാറ്റാണ് കുറച്ചുകൂടെ കറക്റ്റ്. അപ്പോൾ ഇതുപോലെ ടു മെനി കോമേഴ്സ് ഓൾറെഡി അതിൻ്റെ അകത്ത് വരുമ്പോൾ നമ്മൾ നെക്സ്റ്റ് മെഡിക്കേഷൻസ് എഴുതുന്നതിന് മുന്നേ സെമിക്കോളൻ ഇട്ട് സെപ്പറേറ്റ് ചെയ്യുക. അതായത് ഇപ്പോൾ ഒരു 4 മെഡിക്കേഷൻസ് എഴുതുന്നതിൻ്റെ കേസ് പറയാം. അതിൻ്റെ ഒരു ഫോർമാറ്റ് വരുമ്പോൾ ഹി ഹാസ് ബീൻ പ്രിസ്ക്രൈബ്ഡ് വിത്ത് മെഡിസിൻ കോമ ഡോസ് ഫ്രീക്വൻസി സെമിക്കോളൻ, ദെൻ നെക്സ്റ്റ് മെഡിസിൻ കോമ dose frequency, then semicolon, medicine comma dose frequency, and before writing the last medication you just have to write and medicine comma dose frequency. ഇങ്ങനെ വരും അതിൻ്റെ ഫോർമാറ്റ്. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്തൊരു കൺഫ്യൂഷൻസ് വേണ്ട. നമ്മൾ ഡോസ് ഫ്രീക്വൻസി ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മളൊരു മോർ ദാൻ 2 മെഡിക്കേഷൻസ് എഴുതുന്നുണ്ടെങ്കിൽ അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ സെമിക്കോളൻ യൂസ് ചെയ്യാം. ഓക്കെ, ഇനി ജസ്റ്റ് മെഡിസിൻ്റെ നെയിം മാത്രമാണ് എഴുതണുള്ളൂവെങ്കിൽ കരുതുക. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് കോമയായിട്ട് സെപ്പറേറ്റ് ചെയ്താൽ മതി. ഇത് നോർമൽ വേ ഓഫ് പുട്ടിങ് പങ്ക്ച്വേഷൻസ്. അതായത് ഫോർ എക്സാമ്പിൾ പറയാം, ലിസിനോപ്രിൽ കോമ പാരസെറ്റാമോൾ കോമ ഇബുപ്രൂഫിൻ ആൻഡ് ആസ്പിരിൻ. ജസ്റ്റ് മെഡിസിൻസിൻ്റെ നെയിം മാത്രമേ ഉള്ളൂ, വെറുതെ കോമ ഇട്ടാൽ മതി. ബട്ട് ഇൻ ദ അതർ കേസ് ടു മെനി കോമേഴ്സ് ഓൾറെഡി വരുന്നുണ്ട്. അതുകൊണ്ട് കൺഫ്യൂഷൻസ് ഉണ്ടാവാതിരിക്കാനാണ് നെക്സ്റ്റ് മെഡിക്കേഷന് മുന്നേ സെമിക്കോളൻ ഇട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറയുന്നത്. ഇത്രയാണ് മെഡിസിൻ്റെ കാര്യങ്ങളുള്ളൂ. ഓക്കെ, ഇനി അടുത്തത് ബോഡി പാരഗ്രാഫ്സ്. ബോഡി പാരഗ്രാഫ്സിന് പലരും പറയുന്നത്, ഓക്കെ മാം ഞങ്ങൾക്ക് ഫസ്റ്റ് ബോഡി പാരഗ്രാഫിൽ സോഷ്യൽ ഹിസ്റ്ററി എഴുതിയാൽ സെക്കൻഡ് ബോഡി പാരഗ്രാഫിൽ പാസ്റ്റ് ഹിസ്റ്ററി എഴുതാവോ? അപ്പോൾ സോഷ്യൽ ഹിസ്റ്ററിയും പാസ്റ്റ് ഹിസ്റ്ററിയും സെപ്പറേറ്റ് പാരഗ്രാഫിലാണോ, അല്ലെങ്കിൽ കറണ്ട് ഹിസ്റ്ററി കഴിഞ്ഞിട്ടാണോ സോഷ്യൽ ഹിസ്റ്ററി വരുന്നത്? അപ്പോൾ ഇതിന് ഫിക്സഡ് ആയിട്ട് കുറേ പേര് മൈൻഡിൽ വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം പറയാം, നമ്മൾക്കൊരു ഫിക്സഡ് ഓർഗനൈസേഷൻ ഇല്ല. ഓക്കെ, ഡിപ്പെൻഡിങ് അപ്പോൺ ദ ക്വസ്റ്റ്യൻ ആണ് നമ്മളുടെ ഓർഗനൈസേഷൻ വരുന്നത്, ഡിപ്പെൻഡിങ് അപ്പോൺ ദ കേസ് നോട്ട്. അതായത് എന്താണ് റെസിപ്പിയൻ്റ്, അതായത് വായിക്കുന്ന ആൾ എന്താണ് ആദ്യം അറിയേണ്ടത് എന്നതിൻ്റെ ബേസിസിലാണ് നമ്മൾ നമ്മുടെ ലെറ്ററിനെ ഓർഗനൈസ് ചെയ്യുന്നത്. അതല്ലാതെ ഒരു റെഫറൽ ലെറ്റേഴ്സിൽ ഇതാണ് അതിൻ്റെ ഓർഗനൈസേഷൻ, ഫസ്റ്റ് പാരഗ്രാഫിൽ ഇന്ന ഡീറ്റെയിൽ വരണം, സെക്കൻഡ് പാരഗ്രാഫിൽ ഇന്ന ഡീറ്റെയിൽ വരണം, അല്ലെങ്കിൽ ഡിസ്ചാർജ് ലെറ്റേഴ്സിൽ വേറെ ഓർഗനൈസേഷനാണ്, അങ്ങനെ ഒന്നുമില്ല. ഓക്കെ, ഡിപ്പെൻഡിങ് അപ്പോൺ ദ കേസ് നോട്ടാണ് നമ്മളുടെ ഓർഗനൈസേഷൻ വരുന്നത്. ഇപ്പോൾ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഒരു പാസ്റ്റ് ഹിസ്റ്ററിയും കറണ്ട് ഹിസ്റ്ററിയും കണക്റ്റഡ് ആയിട്ടുള്ളൊരു കേസാണെന്ന് കരുതുക. ഓക്കെ, ആ കേസസിൽ നമ്മൾ കുറച്ചുകൂടി ഒരു ബെറ്റർ ആയിട്ട് ലോജിക്കലി നോക്കുമ്പോൾ അയാളുടെ പാസ്റ്റ് ഹിസ്റ്ററി പറഞ്ഞിട്ട് കറണ്ട് ഹിസ്റ്ററിയിലോട്ട് വന്ന് പിന്നെ ആ റെലവൻറ്റ് ഡീറ്റെയിൽസിനെ ഫോളോ അപ്പ് ചെയ്താൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഓക്കെ, അത് ആ കേസ് നോട്ടിൽ നോക്കുമ്പോൾ അത് കുറച്ചുകൂടി ഒരു ലോജിക്കൽ ഓർഗനൈസേഷൻ. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റാം, ഒരു പ്രശ്നവുമില്ല. ഓർഗനൈസേഷൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം, കേസ് നോട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. മൂന്നാമത്തെ കാര്യം, അത് ലോജിക്കലായിരിക്കണം. ഓക്കെ, അല്ലാതെ നിങ്ങൾക്ക് തോന്നണ പോലെ ചെയ്യാമെന്നല്ല, ലോജിക്കൽ എക്സ്പ്ലനേഷൻ അതിനുണ്ടാവണം. എന്തുകൊണ്ട് നിങ്ങൾ ആ ഡീറ്റെയിൽ ആദ്യം കൊടുത്തു, അടുത്ത ഡീറ്റെയിൽ ഏറ്റവും ലാസ്റ്റിൽ കൊടുത്തു, എന്തുകൊണ്ട് മറ്റത് നടുക്ക് കൊടുത്തു, അങ്ങനെയുള്ളൊരു പ്രോപ്പറായിട്ടൊരു എക്സ്പ്ലനേഷൻ അതിനുണ്ടാവണം. അത്രേ ഉള്ളൂ. ആൻഡ് തേർഡ് കേസ് പറഞ്ഞത് യൂസേജ് ഓഫ് കണക്റ്റീവ്സ്. ഒത്തിരി പേര് കണക്റ്റീവ്സ് കാണുന്ന എല്ലാ സെൻറ്റൻസുകളിലും ഉപയോഗിച്ച് വെക്കും, ഒരു കാര്യമില്ല അതിൽ. അതായത് ഇപ്പോൾ ഒരു സെൻറ്റൻസ് ദോ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തെന്ന് എഴുതുക, തൊട്ടടുത്ത സെൻറ്റൻസ് തന്നെ ഹവെവർ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക, തൊട്ടടുത്ത സെൻറ്റൻസ് തന്നെ ഇൻ അഡീഷൻ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല.
സി യൂസേജ് ഓഫ് കണക്റ്റീവ്സ് ഇസ് നോട്ട് കമ്പൽസറി. നമ്മൾക്ക് കണക്റ്റീവ്സ് യൂസ് ചെയ്യണം, പക്ഷേ ഒരു ലിമിറ്റിൽ കൂടുതൽ നമ്മളതിനെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ലിമിറ്റിൽ കൂടുതൽ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ നാച്ചുറൽ റൈറ്റിംഗ് അതിനകത്ത് കാണുന്നില്ല. ഇറ്റ്സ് ടു ആർട്ടിഫിഷ്യൽ. നിങ്ങൾ ബൈ ഹാർട്ട് പഠിച്ച് വെച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, കുറച്ച് വേർഡ്സ് അവിടെ ഡെലിബറേറ്റ്ലി യൂസ് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാവും. അതുകൊണ്ട് ഒരു കാര്യമില്ല, അതിനുകൊണ്ട് നിങ്ങൾക്കൊരു 10 മാർക്ക് കൂടുതൽ കിട്ടുന്നതുമില്ല. അപ്പോൾ അതുകൊണ്ട് കണക്റ്റീവ്സ് ആവശ്യത്തിന് മാത്രം യൂസ് ചെയ്താൽ മതി. ഓക്കെ, നമ്മൾക്കിപ്പോൾ ഒരു പാരഗ്രാഫിൽ വരികയാണെങ്കിൽ ഒരു മാക്സിമം ഒരു 2 to 3 തന്നെ ധാരാളം. ഓക്കെ, അപ്പോൾ കണക്റ്റീവ്സ് വളരെ മിനിമലായിട്ട് ആവശ്യമുള്ള കേസസിൽ വളരെ നാച്ചുറലായിട്ട് അത് വരണം. അല്ലാതെ ഡെലിബറേറ്റ്ലി ഇവിടെ കണക്റ്റീവ്സ് എന്നാൽ യൂസ് ചെയ്ത് ഈ സെൻറ്റൻസ് എഴുതാം, അങ്ങനെയൊന്നുമില്ല. ഓക്കെ, ആൻഡ് വളരെ സിമ്പിൾ സെൻറ്റൻസിൽ എഴുതിയാലും മതി. ഇതാണ് നമ്മളുടെ 3 കോമൺ ക്വസ്റ്റ്യൻസ്, സ്റ്റുഡൻസ് ചോദിക്കാറുള്ളൊരു 3 കോമൺ ക്വസ്റ്റ്യൻസ് ആണ്. ഐ ഹോപ്പ് ദിസ് വീഡിയോ വാസ് യൂസ്ഫുൾ. സ്റ്റേ ട്യൂൺഡ് ഫോർ മോർ വീഡിയോസ്. ബൈ.